ഇന്ന് ഞാനൊരു കൈക്കൂലി കൊടുക്കാൻ പോവാം. പണ്ട് വർഷങ്ങൾക്ക് മുൻപ് ഞാൻ കുഞ്ഞായിരിക്കുന്ന സമയത്ത് എല്ലാ വർഷവും ജാനുവരിയിൽ ഞാനും അമ്മയും അമ്മയുടെ അനിയത്തി കൊച്ചുവാൻ്റിയും ഒക്കെ ആയിട്ട് ആലപ്പുഴ ജില്ലയിൽ അർത്തിങ്കൽ പള്ളിയിൽ പോകുമായിരുന്നു. എൻ്റെ ഒരു ചൈൽഡ്ഹുഡ് ഫ്രണ്ടാണ് വെളുത്തച്ഛൻ എന്നു പേരുള്ള എൻ്റെ സെബസ്ത്യാനോസ് പുണ്യാളൻ. 2026 തുടങ്ങിയ സമയത്ത് താങ്ങാൻ പറ്റാത്ത ഭാരങ്ങളും ലക്ഷ്യങ്ങളും ഒക്കെ എടുത്ത് തോളിൽ വെച്ചതുകൊണ്ട് ഈ കാര്യങ്ങളൊക്കെ ഒന്ന് പറഞ്ഞ് സെറ്റാക്കണേ, ബോസിനോട് പറഞ്ഞൊന്ന് സെറ്റാക്കണേ എന്ന് പറയാനാണ് ഞങ്ങളുടെ ഇന്നത്തെ ഈ യാത്ര. ഇതൊരു ട്രാവൽ വ്ലോഗ് അല്ല. ഞാനിങ്ങനെ കാഴ്ചകളൊക്കെ കണ്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് ഇങ്ങനെ അനൗൺസ്മെന്റ് കേൾക്കുകയാണ്. ഇത് കേട്ടപ്പോഴാണ് എനിക്കൊരു ഐഡിയ വന്നത്, എനിക്ക് കണ്ടന്റ് കിട്ടിയത്. എനിക്ക് ഇത് നിങ്ങളുമായിട്ടൊന്ന് ഷെയർ ചെയ്യണമെന്ന് തോന്നി. നമ്മൾ പല ഉത്സവങ്ങളിലും പോവാറില്ലേ, അവിടെ ഇങ്ങനെ അനൗൺസ്മെന്റ് കേൾക്കുന്ന സമയത്ത് ആ കേട്ടുകൊണ്ടിരിക്കുന്ന മ്യൂസിക് കുറഞ്ഞ് പതിയെ ആ മൈക്കിലൂടെ പറയുന്ന ആളുടെ ശബ്ദം ഇങ്ങനെ ഉച്ചത്തിൽ കേൾക്കുന്നത് നിങ്ങൾ ശ്രദ്ധിച്ചിട്ടില്ലേ? ദാ ഇതുപോലെ. ശ്രദ്ധിക്കുക, പള്ളിയുടെ തെക്കുവശമുള്ള പള്ളിവാതിലിന്റെ അടുത്തുള്ള തിരക്ക് വാളണ്ടിയേഴ്സ് ക്രമീകരിക്കേണ്ടതാണ്. ഇതിനെയാണ് സൈഡ് ചെയിനിങ് എന്ന് പറയുന്നത്. സൈഡ് ചെയിനിങ്. ഓക്കെ, ഇതെന്തിനാ യൂസ് ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ ആ പറയുന്ന വാചകങ്ങൾ വളരെ വ്യക്തമായിട്ട് കേൾക്കാനാണ്. മറ്റൊരു തരത്തിൽ പറയുകയാണെങ്കിൽ ഒരേ ഫ്രീക്വൻസി ഉള്ള 2 ശബ്ദങ്ങൾ ഒരുമിച്ച് പ്ലേ ചെയ്യുമ്പോൾ ഒന്നിനെ കുറയ്ക്കുന്ന ഒരു പ്രോസസ്സാണ്. അതാണ് സൈഡ് ചെയിനിങ്. വളരെ ഇൻ ഡീറ്റെയിൽ ആയിട്ട് പറയുകയാണെങ്കിൽ മ്യൂസിക്കൽ ബാൻഡിൽ കിക്കും ബേസും ഒരുമിച്ച് പ്ലേ ചെയ്യുന്ന സമയത്ത് വ്യക്തതയ്ക്ക് വേണ്ടിയിട്ട് മിക്സിംഗ് എഞ്ചിനീയർ അവിടെ സൈഡ് ചെയിനിങ് പ്രോസസ്സ് യൂസ് ചെയ്യുന്നുണ്ട്. ഇനി ഓരോ തവണയും ഉത്സവങ്ങൾക്ക് പോകുമ്പോൾ അനൗൺസ്മെന്റ് കേൾക്കുമ്പോൾ ഇത് ഓർക്കണം. അവിടെ ഓരോ തവണയും പറയുമ്പോൾ സൗണ്ട് എഞ്ചിനീയർ നിന്ന് ഇത് കുറയ്ക്കുകയും കൂട്ടുകയല്ല, ഇതുപോലുള്ള പല ടെക്നിക്കുകളും അവരുടെ കയ്യിലുണ്ട്. അങ്ങനെ ഞങ്ങൾ അവിടെ നിന്ന് നേർച്ചയൊക്കെ ഇട്ടിട്ട് പതുക്കെ അവിടെ നിന്ന് ഇറങ്ങി. ആലപ്പുഴയിൽ കുറച്ച് റിലേറ്റീവ്സ് ഒക്കെ ഉണ്ട്. അങ്ങനെ അവിടെ അവരുടെ വീട്ടിലൊക്കെ പോയി ഒന്ന് വിസിറ്റ് ചെയ്ത്, പിന്നെ ഞാൻ ആ വീഡിയോയിൽ പറഞ്ഞതുപോലെ എല്ലാവരുടെയും വീട്ടിൽ പോയി ഞാൻ ചെക്ക് ചെയ്യുമെന്ന് പറഞ്ഞത് അന്വർത്ഥമാക്കി ഞാൻ അവരുടെ എല്ലാവരുടെയും ഫോൺ പോയി ചെക്ക് ചെയ്തു. സബ്സ്ക്രൈബ് ചെയ്തിട്ടുണ്ടോ എന്ന് ചെക്ക് ചെയ്തു. അവിടെ ഒരാളൊഴികെ ബാക്കി എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്തിട്ടുണ്ടായിരുന്നു. എന്തായാലും ഇതുപോലുള്ള ഒരു പുതിയ ടോപ്പിക്കുമായിട്ട് ഞാൻ ഇനി വരാം. അപ്പോൾ ബൈ ബൈ. Saranghae, a single word, soft on the tongue, yet powerful in meaning. In Korean, it means I love you. But saranghae is more than just a translation. It carries warmth, respect, and emotional depth. It's the word you whisper to someone you cherish, the word you say when your heart feels full, and the word that connects people across culture and distances. Whether spoken to family, friends, or a special someone, saranghae expresses care, loyalty, and affection. It can be gentle, passionate, and comforting, all depending on how it's said. In K-dramas, music, and everyday life, saranghae reminds us that love doesn't need many words. Sometimes just one is enough. Because no matter the language, love is something we all understand. And in Korean, love is simply saranghae.